ദേശീയ പതാക ഉയർത്തുമ്പോഴടക്കം സർക്കാർ പരിപാടികളിൽ ദേശീയഗാനമായ ജനഗണമന ആലപിക്കുന്നതിന് മുമ്പ് വന്ദേമാതരം പാടണമെന്ന് ഉത്തരവിറക്കി കേന്ദ്രം. രാഷ്ട്രപതി, ഗവർണർമാർ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടികൾ, ദേശീയഗാനം നിർബന്ധമുള്ള ചടങ്ങുകൾ എന്നിവിടങ്ങളിലും വന്ദേമാതരം നിർബന്ധമെന്ന് ജനുവരി 28 ആഭ്യന്തര മന്ത്രാലയ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച 10 പേജ് ഉത്തരവിൽ പറയുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, ദേശീയ പതാക ഉയർത്തുമ്പോൾ അടക്കം സർക്കാർ പരിപാടികളിൽ ദേശീയഗാനമായ ജനഗണമന ആലപിക്കുന്നതിന് മുമ്പാണ് വന്ദേമാതരം പാടണം. നന്ദൻ ചേരുകയാണ്, നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും. നന്ദൻ, ഈ ഒരു ഉത്തരവിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്? നന്ദൻ, കേൾക്കാമോ? ജനുവരി 28 ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച കത്തയച്ചത്. 10 പേജുള്ള ഈ ഒരു ഉത്തരവിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ നന്ദൻ ചേരുകയാണ്. നന്ദൻ, ഈ ഒരു ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ ഗീതം ആലപിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 28 എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ച കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് 6 ചരണങ്ങളുള്ള ഈ വന്ദേമാതര ഗീതം അത് 3 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ട് പാടി തീർക്കണമെന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി, അതേപോലെ തന്നെ മന്ത്രിമാർ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ പ്രോട്ടോകോൾ പ്രകാരം ഉയർന്ന റാങ്കിലുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇത് ആലപിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സിനിമകളിലും മറ്റും ഈ വന്ദേമാതര ഗീതം വന്നാൽ പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കേണ്ട എന്നുള്ളതും ഇതിൽ സൂചിപ്പിക്കുന്നു. അത് ഈ ചിത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് ബാൻഡിലോ അല്ലെങ്കിൽ നേരിട്ടോ പാടുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ റെക്കോർഡ് പ്ലേ ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മുഴുവൻ ആൾക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളതാണ്. അത് ദേശീയ ഗാനത്തിന് മുൻപായി തന്നെ ഇത് ഈ ആലപിക്കണം, ദേശീയ ഗീതവും ആലപിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ദേശീയ ഗാനത്തോളം പ്രാധാന്യം ദേശീയ ഗീതത്തിനുണ്ട് എന്നുള്ളതാണ്. 150-ാം വാർഷികം, വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ ഈ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുന്നത്. ഭരണഘടനയിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ദേശീയ ഗാനത്തോളം പ്രാധാന്യം ദേശീയ ഗീതത്തിനുണ്ട് എന്നുള്ളത്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും മറ്റും ഫലമായി അർഹമായ പ്രാധാന്യം ഈ ദേശീയ ഗീതത്തിന്, വന്ദേമാതരത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദേശീയ ഗീതത്തിൻ്റെ അല്ലെങ്കിൽ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പാർലമെൻറ്റിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചകൾ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റൽ സ്റ്റാമ്പ് റിലീസ് ചെയ്തിരുന്നു, നാണയം റിലീസ് ചെയ്തിരുന്നു. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ദേശീയ ഗീതത്തിന്, വന്ദേമാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകുന്നു. ആ പ്രാധാന്യം അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ ദേശീയ ഗീതം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ദേശീയഗാനം ആലപിക്കുന്നതിന് മുമ്പേ ദേശീയ ഗീതവും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.